എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഇന്നൊരു കള്ളപ്പം ഉണ്ടാക്കിയല്ലോ, ഇളനീര് വെച്ചിട്ടുണ്ടാക്കുന്ന. കള്ളിൽ കിട്ടാത്തവരിപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പോൾ ഒരു ഇളനീരുണ്ടെങ്കിൽ നമുക്ക് ഈ കള്ളപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ ഇടാം കേട്ടോ. അതൊന്ന് അരഞ്ഞ് തുടങ്ങിയാൽ നമുക്കതിന് ഒരു ഇളനീര് ഇതിൻ്റെ ഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ആ വെള്ളം ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാറേ, പിന്നെ അരി അരയാൻ കുറച്ച് പ്രയാസം വരും വെള്ളം കൂടിപ്പോയാൽ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മാറ്റി വെക്കുക. പിന്നെ ആവശ്യത്തിനുള്ളത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വേണ്ടില്ലേ, അരഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും പിന്നെ ആ ഇളനീരിൻ്റെ അകത്ത് നിന്ന് എടുത്ത ആ ഒരു മേലുള്ള കാമ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും നല്ല ഉള്ളിൽ കാമ്പുള്ള ഇളനീരാണെങ്കിൽ തേങ്ങ കുറച്ച് കുറഞ്ഞാലും അത് മാത്രം മതി. കൂടെ 1 കപ്പ് ചോറും, ഞാൻ കുറുവരിൻ്റെ ചോറാണ് ഇട്ട് കൊടുത്തത്. ഏത് അരിൻ്റെ ചോറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പിടുന്ന വീഡിയോ എങ്ങനെയോ കട്ടായിപ്പോയി. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ അരിവും നെല്ലും ഒന്ന് തീക്കി കൊടുക്കുക. അല്ലെങ്കിൽ മേലെ ആ ഭാഗത്ത് അരയാണ്ടായിപ്പോ, അതുകൊണ്ടാണ്. മിക്സിയിലാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പം അതാ നല്ലോണം അരയുന്നുണ്ട്. അരഞ്ഞ് വരട്ടെ. ഇതാ നല്ലോണം അരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് വാരിയെടുക്കാം. തോണ്ടിയെടുക്കാമെന്നോ വാരിയെടുക്കാമെന്നോ എല്ലാം വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതൊന്ന് നല്ലോണം കൈവച്ച് നല്ലോണം കലക്കിയെടുക്കണം. അന്നേരമാണ് ഇത് ശരിക്കും നല്ല ഫ്ലഫി ആയി വരിക. അത് നല്ലോണം ഒരു 3-4 മിനിറ്റ് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ അടിച്ചെടുത്തോളെ. ഇതുകൊണ്ട് വെള്ളാപ്പം ചൂടാ കേട്ടോ, കള്ളപ്പം മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കുറച്ചൊഴിച്ചത്. ഇനി ഇത് നമുക്കൊരു മൂടി വെച്ചിട്ട് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അതപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നോക്കാം. കണ്ടോ, കുറച്ച് കട്ടിയായിപ്പോയി. കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചാലൊന്നും മോശമൊന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇത് ഒഴിച്ചു കൊടുക്കുന്ന തട്ടിലെല്ലാം കുറച്ച് വെളിച്ചെണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1-2 തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. എല്ലാം എടുത്ത് വെച്ചിട്ട് തട്ടിൻ്റെ മുകളിൽ ഓരോന്നോരോന്നായി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നല്ലോണം വെന്തോട്ടെ. 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നല്ലോണം വെന്ത് വരും. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ച് ഞാൻ കുത്തി നോക്കട്ടെ. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിക്കി കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങ് പോരും. കണ്ടോ, ഒന്നും പ്രയാസമില്ല. നല്ല ഇതൊന്നും മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ഓട്ടോട്ടയായിട്ട് സൂപ്പറായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾക്ക് ചിക്കനോ മട്ടനോ എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഞാനിന്നിപ്പോൾ വെജ് സ്റ്റൂ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. വെജ് സ്റ്റൂവിൻ്റെ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.